കൊല്ലം തിരുമുല്ലവാരം ക്ഷേത്രത്തിൽ ബലിതർപ്പണം അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് എതിരെ പ്രതിഷേധം ശക്തം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ നാമജപ ഘോഷയാത്രയും ഭക്തജനസംഗമവും നടന്നു. മാർഗദർശക് മണ്ഡൽ ജനറൽ സെക്രട്ടറി സ്വാമി സത്യസ്വരൂപാനന്ദ സരസ്വതി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. നിരവധി ഭക്തരാണ് രാമേശ്വരം ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. തോരാമഴയിലും നാമഘോഷങ്ങളുമായി ഭക്തർ അണിനിരന്നു. കർക്കടക വാവ് ദിനത്തിൽ തിരുമുല്ലവാരത്ത് ബലിതർപ്പണത്തിനായി എത്തിയ ജനങ്ങൾ അന്ന് കണ്ണീരോടെയാണ് മടങ്ങിയത്. ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയ്ക്കെതിരെയാണ് ഭക്തരുടെ പ്രതിഷേധം. മാർഗദർശക് മണ്ഡൽ ജനറൽ സെക്രട്ടറി സ്വാമി സത്യസ്വരൂപാനന്ദ സരസ്വതി തിരുമുല്ലവാരം സ്നാനഘട്ടത്തിൽ നടന്ന ഭക്തജന സംഗമം ഉദ്ഘാടനം ചെയ്തു. വാസ്തവത്തിൽ നമ്മൾ അവരെ വിശ്വസിക്കുകയാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ആരാധനാ കേന്ദ്രത്തെ നടത്തിക്കൊണ്ടു പോകുക നമ്മൾ വിശ്വസിക്കുകയാണ്, നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇടതുപക്ഷ ഭരണം ഏതൊക്കെ കാലത്ത് കേരളത്തിൽ വരാറുണ്ടോ ആ കാലങ്ങളിലൊക്കെ തന്നെ ഹൈന്ദവ വിശ്വാസം പരിപൂർണമായും ധ്വംസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതിന് മുഖ്യമായും കാരണം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികൾ എന്ന പദം തന്നെ ഞാനവിടെ പറയുകയാണ്, കാരണം അവരിൽ ഉണ്ടായിരുന്ന ഒരു സൈദ്ധാന്തികതയും ദാർശനികതയും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾക്ക് ഭൗതികമായ കാര്യത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ എന്നാണ് പറയുന്നത്. ഒളിച്ചും പാത്തും പോകുന്നതൊക്കെ മറ്റു കാര്യങ്ങൾ. ഹൈന്ദവാചാരങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി തെക്കടം സുദർശൻ പറഞ്ഞു. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഏടാകൂടത്തിന്റെ ആളുകൾ പണക്കൊതി മൂത്തുകൊണ്ട് ഈ പാവപ്പെട്ട ആചാര്യന്മാരെ ഇവിടുന്ന് തുരത്തി ഓടിച്ച് ഞങ്ങളത് ഭംഗിയായി നടത്താമെന്ന് ഇവിടുത്തെ ഭക്തജന സമൂഹത്തിന് ഉറപ്പ് തന്നിട്ടുള്ളതാണ്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ഉറപ്പാണ് നിങ്ങൾ പാലിച്ചിട്ടുള്ളത്? ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ ശ്രാദ്ധത്തിന് വന്നിട്ടുള്ള ഈ കടൽപ്പുറത്ത് ദേവസ്വം ബോർഡ് എത്ര ജീവനക്കാരെയായിരുന്നു ഒരുക്കിയിട്ടുള്ളത്? ഇത്തരം പ്രവൃത്തികളെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഹൈന്ദവരുടെ ധർമ്മമാണെന്ന് സ്വാമിനി ജ്ഞാനവിജയാനന്ദ സരസ്വതി വ്യക്തമാക്കി. ഇത്തരം അപജയങ്ങൾക്കെതിരെ പോരാടുവാൻ ഹൈന്ദവ ജനത ഒന്നിച്ച് തയ്യാറാകണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. BJP കൊല്ലം മണ്ഡലം പ്രസിഡന്റ് S. സൂരജ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും പങ്കെടുത്തു. ജനം, കൊല്ലം.